friends, welcome to Deepthi's World of Cooking. ഇന്നത്തെ റെസിപ്പി ഒരു പപ്പായ തോരനാണ്. ഞാൻ ഒരു പപ്പായ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ പപ്പായ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓമയ്ക്ക, കപ്ലങ്ങ, പപ്പക്ക, കപ്പക്ക എന്നൊക്കെ പല പേരുകളും ഇതിനുണ്ട്. പപ്പായ മരത്തിൻ്റെ ഇലയും കായും കുരുവും എല്ലാം ഔഷധവീര്യമുള്ളതാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഒരു പച്ചക്കറിയാണിത്. ഇത് വേവിക്കാതെ കഴിക്കുന്നതും നല്ലതാണ്. അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഈ പപ്പായ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഈ പപ്പായ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം. പപ്പായ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: അര കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, എണ്ണ, കടുക്, കറിവേപ്പില. ആദ്യം ഒരു ജാറെടുത്ത് അതിലേക്ക് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് ചതച്ച് കൊണ്ടുവരാം. അരക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി തേങ്ങ പപ്പായയിലേക്ക്, ഗ്രേറ്റ് ചെയ്ത പപ്പായയിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആൾക്കാരൊക്കെ ഇതിൽ തേങ്ങ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർത്താലും മതി. ഞാൻ പിന്നെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ജീരകമൊക്കെ ചതച്ചത് കൊണ്ട് നല്ല ജീരകത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പപ്പായ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൽ 2 സ്പൂൺ വെള്ളം ചേർത്ത്, വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. 2 സ്പൂൺ വെള്ളം ചേർത്താൽ മതി. ചേർത്ത് പിന്നെ ചെറിയ തീയിൽ 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. 10 മിനിറ്റിന് ശേഷം ഒന്ന് പാത്രം തുറന്ന് നോക്കാം. പപ്പായ നന്നായി വെന്തിട്ടുണ്ട്. പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഈ പപ്പായ തോരൻ ഇഷ്ടമായില്ലേ? ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനല്ലേ? എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.